ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ട് ഒരു ചിക്കൻ മന്തി എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓവനും കുഴിയും ഒന്നും വേണമെന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റപ്പിൽ നമുക്കിത് റെഡിയാക്കാം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. നിങ്ങൾക്ക് മന്തി മസാല അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 കാശ്മീരി ചില്ലി, ഒരു 4 ഗ്രാമ്പു, ഒരു ജാതിപത്രി, ഒരു തക്കോലം, 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു ഉണക്കനാരങ്ങ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബേ ലീഫും 2 സിനമൺ സ്റ്റിക്കും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കൻ തൊലിയുള്ളതോ തൊലിയില്ലാതെയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനൊരു 30 മിനിറ്റ്സോളം വിനാഗിരി ഉപ്പും ചേർന്ന വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലിതേ ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മാരിനേഷനായിട്ട് ഒരു 2 തക്കാളി ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതും, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ്ഡ് മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചിക്കന് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ഞാൻ ഈ ചിക്കന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കളർ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് ഒരു 2-3 ഡ്രോപ്പോളം കളർ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ഒരു റെഡ് കളറാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കളറൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ്സോളം മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ 2 കപ്പ് റൈസ് എടുത്തേക്കുന്നത്, 4 കപ്പ് വെള്ളവും, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും, 2 കറുകാപ്പട്ടയും, ഒരു 3-4 ഗ്രാമ്പും, ഒരു 2-3 കുരുമുളകും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു 2 ക്യൂബോളം ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലേവർ കൊടുക്കും നമ്മുടെ റൈസിന്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പോളം റൈസ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഒത്തിരി നേരം ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80-90% കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ എനിവേ ഇത് അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മന്തി റൈസോ സെല്ല റൈസോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കിയുണ്ടായിരുന്ന മാരിനേറ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഹാഫ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും, 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളകും, ഒരു ഉണങ്ങിയ നാരങ്ങയും, 1 പിടി മല്ലിയിലയും, ഒരു 2 തണ്ട് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3 നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സോളം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അന്നേരത്തേക്ക് ഈ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് അതിൽ മിക്സായി പൊക്കോളും കേട്ടോ. ഇത് ഒരു 20 മിനിറ്റ്സോളം ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ എണ്ണയും സ്റ്റോക്കും ചേർന്ന മിക്സ് കുറച്ചെടുത്ത് മാറ്റാം. ഇത് കളയാനായിട്ടല്ല, നമ്മളിനി റൈസ് ലെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കതിൻ്റെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണയും ഈ സ്റ്റോക്കും ചേർന്നുള്ള മിക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ അതിൻ്റെ താഴെ തന്നെ വേണം, കാരണം നമ്മളിനി ദം ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഈ ഉണക്ക നാരങ്ങയും എടുത്ത് മാറ്റുവാണ്. ഒത്തിരി കിടന്നിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലെയറിലേക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കും ഇതിൻ്റെ എണ്ണയും കൂടി ചേർന്ന മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ നല്ല ഒരു ഫ്ലേവർ ഈ റൈസിന് കൊടുക്കും. എന്നിട്ട് അടുത്ത ലെയർ റൈസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിനൊരു കളറൊക്കെ കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, ആ ടോപ്പ് ലെയറിൽ മാത്രം ഒന്ന് കിട്ടത്തക്ക വിധത്തിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു 3-4 പച്ചമുളക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കാം. ഇത് കുക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയാണ് അവൈലബിൾ എങ്കിൽ ഇതുപോലെ ഒന്ന് കത്തിച്ചിട്ട്
അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ വെച്ച് കൊടുത്ത് അതിൻ്റെ പുക വരുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സോളം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ മന്തി നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.